കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടനയാണ് ഇപ്പോൾ വലിയ വാർത്തയായിട്ട് നിൽക്കുന്നത്. ദേശീയ മാധ്യമങ്ങളും ഒപ്പം മലയാള മാധ്യമങ്ങളും എല്ലാം ഇത് കൊടുക്കുന്നുണ്ട്. എന്തായാലും കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടന ഉടൻ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മിക്കവാറും അടുത്ത തിങ്കളാഴ്ച തന്നെ മന്ത്രിസഭ പുനഃസംഘടന ഉണ്ടാകുമെന്നുള്ള രീതിയിലാണ് റിപ്പോർട്ടുകളൊക്കെ വരുന്നത്. അപ്പോൾ അതിലെല്ലാവരും ഉറ്റുനോക്കുന്നത് ധർമ്മേന്ദ്ര പ്രധാനെക്കുറിച്ച് തന്നെയാണ്. കാരണം ധർമ്മേന്ദ്ര പ്രധാൻ ഇനിയും ഈ മന്ത്രിസഭയിൽ തുടരുകയാണെങ്കിൽ അത് BJPയുടെയും നരേന്ദ്രമോദി സർക്കാരിൻ്റെയൊക്കെ ക്രെഡിബിലിറ്റിയെ ഇല്ലാതാക്കുമെന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. കാരണം അത്രയും അടിക്കടിയുള്ള ഒരുപാട് പാളിച്ചകളാണ് വിദ്യാഭ്യാസ വകുപ്പിലുണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് മോദി സർക്കാരിൻ്റെ ഒരു ടോട്ടൽ ഗവേണൻസിനെയും ആ ഒരു ക്രെഡിബിലിറ്റിയൊക്കെ ബാധിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടായത്. അപ്പോൾ അതിനെ അതിജീവിക്കാൻ ഒരു പരിധിവരെ സർക്കാരിന് ഇപ്പോൾ സാധിച്ചിട്ടുണ്ട്. നീറ്റ് പുനഃപരീക്ഷയൊക്കെ വളരെ മികച്ച രീതിയിൽ തന്നെ നടത്തി ആ രീതിയിലൊരു മികച്ച ചുവടുവയ്പ് തന്നെ നടത്താൻ സർക്കാരിന് സാധിച്ചു. പക്ഷെ അങ്ങനെയാണെങ്കിലും ധർമ്മേന്ദ്ര പ്രധാനെ പോലുള്ളൊരു വ്യക്തി ഈ വിദ്യാഭ്യാസ വകുപ്പിൽ തുടരുന്നത് BJPക്ക് ഒരു വലിയ തിരിച്ചടിയായിരിക്കും. നരേന്ദ്രമോദി സർക്കാരിനും അതൊരു വലിയ പ്രശ്നമായി മാറും എന്നുള്ളതിൽ തർക്കമില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ധർമ്മേന്ദ്ര പ്രധാനെ ഈ വിദ്യാഭ്യാസ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റുമെന്നാണ് അറിയുന്നത്. അക്കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായി എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് വരുന്നത്. പകരം നിർമ്മല സീതാരാമൻ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചുമതല ഏറ്റെടുക്കും, അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ട് വരും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതൊരു നല്ല തീരുമാനം തന്നെയായിരിക്കും. കാരണം നിർമ്മല സീതാരാമൻ എന്ന് പറയുമ്പോൾ ഒരു അക്കാദമിക് മികവുള്ള ഒരു കാര്യം, ഒരു ടാസ്ക് ഏൽപ്പിച്ചാൽ വ്യക്തമായിട്ട് തന്നെ അത് നടപ്പാക്കാൻ പറ്റുന്ന ഒരു ലീഡറാണ്. അത് അവർ തെളിയിച്ചതാണ്. കോവിഡ് കാലഘട്ടത്തിലൊക്കെ ധനമന്ത്രി എന്നുള്ള നിലയിൽ മികവാർന്ന പ്രകടനം തന്നെയാണ് നിർമ്മല സീതാരാമൻ കാഴ്ചവെച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും നിലവിലെ സാഹചര്യത്തിൽ എന്നുള്ളത്. അപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ധർമ്മേന്ദ്ര പ്രധാൻ മികച്ചൊരു ലീഡറാണ്, ഒരു ഓർഗനൈസറാണ്. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. BJPയുടെ നിർണായകമായുള്ള പല നിയമസഭാ വിജയങ്ങളിലും ഒരു വലിയ റോള് ധർമ്മേന്ദ്ര പ്രധാനുണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിലും ഈ ഡബിൾ റോള് അദ്ദേഹത്തിന് ഒരിക്കലും നടത്താൻ പറ്റില്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ധർമ്മേന്ദ്ര പ്രധാൻ എന്തെങ്കിലും ഒരു റോൾ ഉണ്ടാവും. ബീഹാറിലുണ്ടായിരുന്നു, ബംഗാളിലുണ്ടായിരുന്നു, അതിനു മുമ്പ് നടന്ന മഹാരാഷ്ട്ര ഹരിയാന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും, അതായത് ഒരേ സമയം പാർട്ടി കാര്യങ്ങളും അതുകൂടാതെ തന്നെ ഈ വകുപ്പിൻ്റെ കാര്യങ്ങളും നോക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു ലീഡറല്ല പ്രധാൻ. അതും ഇത്രയും നിർണായകമായുള്ളൊരു വകുപ്പ്. ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറയുമ്പോൾ യുവാക്കളെയും ചെറുപ്പക്കാരെയും വിദ്യാർത്ഥികളെയൊക്കെ ബാധിക്കുന്ന ഒരു വകുപ്പാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് വലിയ ഒരു പ്രശ്നത്തിലേക്കൊക്കെ പോകാൻ സാധ്യതയുള്ളൊരു വകുപ്പ് കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ പോലെയുള്ള ഒരു വ്യക്തിക്ക് ഇത് നടത്താൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഈ രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ളത് ഒരു തെളിഞ്ഞ കാര്യം തന്നെയാണ്. അപ്പോൾ അതാണ് ആ ഒരു മാറ്റത്തിലേക്ക് എല്ലാവരും നോക്കുന്നത്. അപ്പോൾ നിർമ്മല സീതാരാമൻ ധനമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറുമ്പോൾ ശക്തികാന്ത ദാസിൻ്റെ പേരാണ് കേൾക്കുന്നത്. നിലവിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് പ്രധാനമന്ത്രിയുടേത്. അതുമാത്രമല്ല അദ്ദേഹം മികച്ച ഒരു എക്കണോമിസ്റ്റ് എന്നുള്ള രീതിയിൽ പേരെടുത്ത വ്യക്തി കൂടിയാണ്. സിവിൽ സർവൻ്റ് ആയിരുന്നു. അതുകൂടാതെ RBIയുടെ ഗവർണറായിരുന്നു. അതും ഏറ്റവും പ്രതിസന്ധി നേരിട്ട കോവിഡ് കാലത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായിരുന്നു ശക്തികാന്ത ദാസ് എന്നുള്ളതാണ്. ശക്തികാന്ത ദാസ് എന്ന് പറഞ്ഞാൽ ഒരു മോഡേൺ ഔട്ട്ലുക്ക് ഉള്ള ഇൻ്റർനാഷണൽ ബന്ധങ്ങളൊക്കെയുള്ള ഒരു എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള വ്യക്തിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ധനകാര്യ മന്ത്രിയായി വരുന്നത് ഇന്ത്യയെ ഒന്ന് റീഷേപ്പ് ചെയ്യാൻ, പ്രത്യേകിച്ച് ഒരുപാട് പ്രതിസന്ധികളൊക്കെ നിൽക്കുന്ന സാഹചര്യത്തിൽ വളരെ ഗുണം ചെയ്യും എന്നുള്ളതാണ് ഒരു വസ്തുത. അതുമാത്രമല്ല, നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഗോളായ വികസിത ഭാരതം എന്ന് പറയുന്ന ആ ആശയത്തിന് പിന്നിലെ പ്രധാന ബുദ്ധി കേന്ദ്രം കൂടി ഈ ശക്തികാന്ത ദാസാണ്. അപ്പം അതൊരു വലിയ മാറ്റം തന്നെയായിരിക്കും. ധനകാര്യ മന്ത്രിയായി ശക്തികാന്ത ദാസ് വരുന്നത് വളരെ ഗുണം ചെയ്യും എന്നുള്ള ഒരു റിപ്പോർട്ടുകൾ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കൂടി കണക്കിലെടുത്തായിരിക്കും ഈ ഒരു കേന്ദ്ര മന്ത്രിസഭ പുനഃസംഘടന എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗുജറാത്ത്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ഗോവ, പഞ്ചാബ് തുടങ്ങിയ നിർണായക സംസ്ഥാനങ്ങളിലാണ് അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുകൂടി മുൻനിർത്തിയുള്ളൊരു മന്ത്രിസഭാ പുനഃസംഘടനയായിരിക്കും. പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലൊക്കെ വലിയ പ്രാധാന്യം ലഭിക്കാൻ സാധ്യതയുണ്ട് മന്ത്രിസഭയിൽ. പിന്നെ ചെറുപ്പക്കാർക്കും അതുകൂടാതെ വനിതകൾക്കൊക്കെ കൂടുതൽ പ്രാതിനിധ്യം ലഭിക്കാനുള്ളൊരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളൊക്കെ വളരെ സജീവമാണ്. പിന്നെ NDAയിലേക്കും BJPയിലേക്കും അടുത്തിടെ വന്ന പല നേതാക്കളെയും അക്കോമഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് രാഘവ് ചദ്ദ, സുഖേന്ദു ശേഖർ റോയ്, ശ്രീകാന്ത് ഷിൻഡെ എന്നിവരെല്ലാം മന്ത്രിസഭയിൽ എത്താനുള്ളൊരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടന എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളികളും ആകാംക്ഷയോടെ തന്നെയാണ് ഇരിക്കുന്നത്. പ്രത്യേകിച്ച് നിലവിൽ ഒരൊറ്റ മന്ത്രി മാത്രമേ നമുക്കുള്ളൂ കേരളത്തിൽ നിന്ന്, അത് സുരേഷ് ഗോപിയാണ്. ഒരാൾ കൂടി വരുമോ? പ്രത്യേകിച്ച് ജോർജ് കുര്യൻ പോയ സ്ഥിതിക്ക് അദ്ദേഹത്തിന് പകരം ഒരു മലയാളി മന്ത്രി കൂടി മന്ത്രിസഭയിൽ നരേന്ദ്രമോദി സർക്കാരിൽ വരുമോ എന്നതാണ് ചോദ്യമായിട്ട് നിൽക്കുന്നത്. സദാനന്ദ മാസ്റ്റർ രാജ്യസഭാംഗമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേര് വളരെ സജീവ
രാജിയുമായിട്ട് ഇങ്ങനെ അഭ്യൂഹങ്ങളിൽ നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. മറ്റൊരാൾ അനിൽ ആൻ്റണിയാണ്. ഇത് കൂടാതെ മറ്റു പല പേരുകളൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഉയർന്ന് വന്നിരുന്നു. അപ്പം BJP ആണ് നമുക്ക് ഒരിക്കലും ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് വീണ്ടും ആവർത്തിക്കാനുള്ളത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, വിദ്യാഭ്യാസ വകുപ്പിൽ ഉൾപ്പെടെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതും മന്ത്രിസഭാ പുനഃസംഘടന വരുന്നതും BJP സർക്കാരിന്, നരേന്ദ്രമോദി സർക്കാരിന് ഒരുപാട് ഗുണം ചെയ്യും. പ്രത്യേകിച്ച് പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തി പകരാനും ആ ഒരു ഗവേണൻസ് മോഡൽ ഒന്ന് ക്രെഡിബിൾ ആക്കാനും സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമുക്കതിനായിട്ട് കാത്തിരിക്കാം.